വിസ്മയ മോഹൻലാലിന്റെ തുടക്കം ഇന്ന് റിലീസായി. കടയ്ക്ക് ശ്രീശൈലത്തില് മഴ ആയതുകൊണ്ടാണ് നമ്മൾ ശ്രീശൈലം സജസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ അഞ്ചലോ പാരിപ്പള്ളിയിലേക്ക് പോവുള്ളായിരുന്നു. ശ്രീശൈലത്തിൽ പോയി കണ്ടു. ഞാനും അനന്തഗോപനും ഗോകുൽ ജോഷും കൂടെ ഫസ്റ്റ് ഷോയ്ക്കാണ് പടത്തിന് പോയത്. കടയ്ക്കക്കാർ പിന്നെ മോഹൻലാലിനോടുള്ള ഒരു ആത്മാർത്ഥ കൊണ്ടാണെന്ന് തോന്നുന്നു. മോഹൻലാലിന്റെ പടങ്ങളിൽ അല്ലെങ്കിൽ മോഹൻലാലിന്റെ കുടുംബത്തിന്റെ പടങ്ങളിലെ തിയേറ്റർ ഏതാണ്ട് ഹൗസ്ഫുൾ ആയിരുന്നു. ആ ലെവലിലുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. എനിക്ക് പക്ഷെ നെപ്പോക്കിഡ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ കുറവുണ്ടായിരുന്നു കുറച്ചു കാലത്ത്. പക്ഷെ അങ്ങനെ ഒരു പടം തുടക്കം എന്ന രീതിയിൽ നല്ലൊരു പടമായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നെ എന്റെ ഈ സിനിമയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ജൂഡ് ആന്റണിയാണ്. ജൂഡ് ആന്റണിയിൽ എനിക്കുള്ള ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഈ സിനിമയിലൂടെയും ജൂഡ് നിലനിർത്തി എന്ന് തന്നെ പറയാം. വിസ്മയയുടെ അഭിനയത്തിലേക്ക് വരികയാണെങ്കിൽ അഭിനയത്തിൽ ഒരുപാട് മെച്ചപ്പെടാനുണ്ട്. ആക്ഷൻ രംഗങ്ങളിൽ വിസ്മയ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സെന്റി രംഗങ്ങളിലും മറ്റുമൊക്കെ എന്തൊക്കെയോ ചില മിസ്റ്റേക്കുകൾ ഉണ്ട്. അത് ഇനിയിപ്പോ OTT റിലീസ് ആകുമ്പോഴത്തേക്ക് ആൾക്കാർ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുമായിരിക്കും. പക്ഷെ എടുത്തു പറയേണ്ടുന്നത് ഇതിലെ വില്ലനായിട്ട് നമ്മുടെ ആന്റണി പെരുമ്പാവൂരിന്റെ മകനാണ് വന്നിരിക്കുന്നത്. ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസ്. അഭിനയിക്കുകയാണെന്ന് തന്നെ പലപ്പോഴും തോന്നാറില്ല. ജീവിക്കുകയായിരുന്നു പുള്ളി ഈ കഥാപാത്രമായിട്ട്. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. സായികുമാർ ആണ് അച്ഛൻ വേഷത്തിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തിലകന് പകരമുള്ള ഒരു നടനുണ്ടല്ലോ, പേര് ഞാൻ വിട്ടുപോയി. അപ്പൊ പുള്ളിക്കാരൻ ഈ സിനിമയിൽ ഉണ്ട്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ മനോജ് കെ ജയൻ ഉണ്ട്, ജാഫർ ഇടുക്കിയുണ്ട്, കുറെ പേരുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾ സിനിമയിൽ വരുന്നുണ്ട്. ആവശ്യവും അനാവശ്യവുമായിട്ടുള്ള കുറെ കഥാപാത്രം. ഏറെ നാളുകൾക്ക് ശേഷം, ഏതാണ്ട് 10-25 വർഷങ്ങൾക്ക് ശേഷം ചിപ്പി ബിഗ് സ്ക്രീനിലേക്ക് വരുന്ന ഒരു സിനിമ കൂടിയാണ്. ചിപ്പി സത്യത്തിൽ ബിഗ് സ്ക്രീനിൽ നമ്മൾ ഇനി ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നടിയാണ്. തീർച്ചയായിട്ടും ഇനി ഒരുപാട് സിനിമയിൽ ചിപ്പി വരട്ടെ. അതുപോലെ തന്നെ ഇതിൽ ക്യാമിയോ വരുന്നത്, അതിപ്പോ എല്ലാവരും ട്രെയിലർ വഴി തന്നെ അറിഞ്ഞു കാണും, മോഹൻലാലാണ്. സത്യത്തിൽ അതിൽ കുറെ സീനുകളൊക്കെ അനാവശ്യ രംഗങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് തോന്നിയതാണ്. ഗണേഷ് കുമാറിന്റെ റോൾ അനാവശ്യമായിരുന്നു. അത് മോഹൻലാലിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന റോളുകളായിരുന്നു ആ ഒരു കുറച്ച് കഥാപാത്രങ്ങളൊക്കെ. ആ സീനുകൾ ഓക്കെ, ലാല് ആ ഒരു കഥാപാത്രമായിട്ട് വന്നു, ഓക്കെ, അവിടെ ഒരു ആക്ഷൻ രംഗം, മോഹൻലാലിന് വേണ്ടി ഒരു ആക്ഷൻ രംഗത്തിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. മൊത്തത്തിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുക, നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണിലുള്ള ഒരു സിനിമയാണ്. പക്ഷെ മേക്കിങ്ങിലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട, ഈ സിനിമയുടെ എസൻസ് ഇരിക്കുന്നത് മേക്കിങ്ങിലാണ്. അതിൽ ജൂഡ് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അതിനുള്ള റിസൾട്ട് സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് മേക്കിങ്ങിന്. സായികുമാർ ഇപ്പോ അവശനാണെന്ന് നമുക്കറിയാം. പുള്ളിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ കഥാപാത്രത്തെ ആ രീതിയിൽ സൃഷ്ടിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ബോബി കുര്യന്റെ കഥാപാത്രം ഒരു രക്ഷയില്ല. പഴയ കാലത്ത് നമ്മുടെ സോമനെ അനുകരിക്കുന്ന രീതിയിലാണ് ബോബി കുര്യന്റെ കഥാപാത്രം വന്നിരിക്കുന്നത്. നെഗറ്റീവ് റോളുകൾ മാറി കുറച്ച് പോസിറ്റീവ് റോളുകളിലൂടെ ബോബി കുര്യൻ ചെയ്യണമെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം. ഇനി അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വരട്ടെ, കുറച്ച് നാൾ ബോബി കുര്യൻ ഇവിടെ കാണും. അപ്പൊ മൊത്തത്തിൽ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പടത്തിന്റെ ഒഴുക്കിനെ യാതൊരു രീതിയും തടസ്സപ്പെടാത്ത രീതിയിൽ തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. മൊത്തത്തിൽ പടം കാണുമ്പോഴത്തേക്ക് നമുക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പടം എടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു തിയേറ്ററിൽ മെറ്റീരിയൽ ആണ് പടം എന്ന് പറയുന്നത്. മോഹൻലാലിന്റെ കുറച്ച് സീനുകൾ കൂടെ കട്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് മാത്രം തോന്നിയിട്ടുള്ള അഭിപ്രായമാണ്. ഫാൻസിന് അതെല്ലാം ഇഷ്ടപ്പെടുമായിരിക്കും. ഫാൻസിനും കൂടെ വേണ്ടിയാണല്ലോ തിയേറ്ററിൽ പടം വരുന്നത്. അപ്പൊ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു സ്ഥിരം കണ്ടുവരുന്ന ടെംപ്ലേറ്റിലുള്ള ഒരു കഥ അതിന്റെ മേക്കിംഗ് കൊണ്ട് പിടിച്ചു നിർത്തി നമ്മളുടെ തിയേറ്ററിൽ കണ്ണ് ചിമ്മാതെ ഇരുന്ന് ബോറടിക്കാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ ബൈ.